guys, welcome to Meenakshi Sudhir official YouTube channel. നമ്മളൊരു മലയാളത്തിയല്ലേ അല്ല മലയാളി കുട്ടിയല്ലേ അപ്പം അതിൻ്റെ ഒരു സാംസ്കാരികത നമ്മൾ മാനിച്ചുകൊണ്ട് ഞാനിവിടെ സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങി. Finally, I am here. Okay. അങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ അവർ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ പറയണ്ടേത് അയ്യോ എടാ നെയിൽ പോളിഷ് ഇട്ടില്ല, അടുത്ത എപ്പിസോഡിൽ നെയിൽ പോളിഷ് ഇട്ടിട്ട് വരാട്ടോ. ഹലോ നമസ്തേ ആൻഡ് വെൽക്കം ടു മീനാക്ഷി സുധീർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. കുറച്ച് നാളായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിക്കുകയായിരുന്നു. ആൻഡ് ഹിയർ ഇസ് മൈ ഫസ്റ്റ് ഷോ, മോളിവുഡ് മാഷപ്പ്. We're going to discuss about the latest releases, OTT releases, upcoming releases, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി കേട്ടോ. അപ്പം എന്തായാലും 2025 തുടങ്ങി ഒരു 2 ആഴ്ച കഴിയുമ്പോഴാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗംഭീര വർഷമായിട്ട് 2025 ഉണ്ടെന്ന്. എന്തായാലും നമുക്ക് ഈ 2 ആഴ്ച കൊണ്ട് റിലീസായിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമകളെ പറ്റി സംസാരിച്ചുകൊണ്ട് തുടങ്ങാം. എൻ്റെ ഹിൽ പാലസിലുള്ള ORBയിലാണ് ഞാൻ ഇരിക്കുന്നത്. താങ്ക് യു. അവിടെ അവരുടെ മോക്ടെയിൽ റിലീസ് ചെയ്തു. So let's start by discussing about the first blockbuster of 2025, which is Rekha Chitram. 9th of January ആണ് സിനിമ ഇറങ്ങിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ 30 crore മേലെ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് ദ ഹോൾ ടീം. കാവ്യ ഫിലിം കമ്പനി ആൻഡ് ആൻമെഗ മീഡിയ ചേർന്നിട്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റാറിംഗ് ഓഫ് കോഴ്സ് നമ്മുടെ ആസിഫ് അലി ആൻഡ് അനശ്വരയാണ്. ജോഫൻ ടി ചാക്കോന്റെ പ്രീസ്റ്റ് കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ ചിത്രമാണ്. ആൻഡ് സ്ക്രീൻ പ്ലേ ഇസ് ബൈ ജോൺ ആൻഡ് രാമു സുനിൽ. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് മുജീദാണ്. ആസ് വി ഓൾ നോ, ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം മമ്മൂക്ക എന്നുള്ള ഒരു പേര് മാറ്റി മമ്മൂട്ടി ചേട്ടൻ എന്നെല്ലാവരും ഇപ്പം ഭയങ്കര സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്. ആ ഒരു ഇവന്റ് ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് നടന്നില്ലേ, ആ ഒരു വീഡിയോയിൽ ആസിഫ് അലി ഉമ്മ കൊടുക്കണ ഒരു ഇത് എന്ത് ക്യൂട്ടായിരുന്നല്ലേ. മ്യൂസിക് ഡയറക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ കിഷ്കിന്ദ കാണ്ഡത്തിൽ ഇദ്ദേഹം തന്നെയായിരുന്നു മ്യൂസിക് ഡയറക്ടർ. തിങ്കളാഴ്ച നിശ്ചയം അങ്ങനെ ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ റൈറ്റർ ആയിട്ടുള്ള ജോൺ, അദ്ദേഹം ഓസ്ലറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷബീർ മുഹമ്മദ്, ആസ് വി ഓൾ നോ, ഇറ്റ്സ് എ ഫേമസ് എഡിറ്റർ ആൻഡ് എ പ്രൊഡ്യൂസർ. തണ്ണീർമത്തൻ ദിനങ്ങൾ, പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള ഒരുപാട് നല്ല കൊമേഴ്ഷ്യൽ സിനിമകളിലെ ഐ ക്യാൻ കോൾ ഹിം വൺ ഓഫ് ദ ബെസ്റ്റ് കൊമേഴ്ഷ്യൽ ഫിലിം എഡിറ്റർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. അപ്പോൾ 2025 ആദ്യത്തെ പടം തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിരിക്കുകയാണ് ആസിക. കഴിഞ്ഞൊരു വർഷം അദ്ദേഹത്തിന്റെ കരിയർ വെച്ച് നോക്കുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ 2024 ആയിരുന്നു. അപ്പോൾ ആസിക, ഐ വിഷ് യു ആൻ അമേസിംഗ് 2025 ആസ് വെൽ. കാരണം തലവൻ തൊട്ട് ഇങ്ങോട്ട് ഹിറ്റ് തന്നെയായിരുന്നു. ഇനി വരാനിരിക്കുന്നത് ഹിറ്റ് ആകട്ടെ എന്ന് നമ്മൾ വിഷ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 2025 അടുത്ത റിലീസിലേക്ക് നോക്കാം, വിച്ച് വാസ് ഐഡന്റിറ്റി. ജനുവരി 2-ാം തീയതി ഇറങ്ങിയതാണ് ഐഡന്റിറ്റി. അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ ചേർന്നിട്ടാണ് ഡിറക്ഷനും റൈറ്റിംഗും ഒക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ പണ്ട് പറയില്ലേ സിദ്ദിഖ് ലാൽ എന്നൊക്കെ പറയുന്നത് പോലെ അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ എന്ന് നമുക്ക് പറയാം. അപ്പം ഫോറൻസിക്കിന് ശേഷം ഇവർ ടൊവിനെ വെച്ചിട്ട് ചെയ്യുന്ന അവരുടെ നെക്സ്റ്റ് ഫിലിമാണ്. ആൻഡ് ദ മൂവി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ആൻഡ് രാഗം മൂവീസ്. Cinematography is done by Agil George and the editing is done by Chaman Chako. Music is by Jakes Bijoy. Jakes ഏട്ടൻ്റെ പാട്ടുകളുടെയൊക്കെ ഒരു ഹ്യൂജ് ഫാനാണ് ഞാൻ. അപ്പം അഖിൽ പോൾ ആൻഡ് ടൊവി തമ്മിലുള്ളൊരു ബന്ധത്തെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അവർ 7th day വെച്ചിട്ട് ആ ഒരു മൂവി തൊട്ടിട്ടുള്ള അവരുടെ ഒരു പരിചയമാണ്. അപ്പം അതായിരിക്കും മേ ബി ഈ ഒരു ഫിലിംസിലേക്കൊക്കെ ലീഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്ക് വേറൊരു ഫാക്ട് അറിയോ, ഇപ്പോൾ കഴിഞ്ഞ ഏതൊരു ഇൻ്റർവ്യൂസിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു അനസ് ആൻഡ് ജോഫിൻ, അതായത് നമ്മുടെ രേഖാചിത്രത്തിൻ്റെ ഡയറക്ടറിൽ, ഇവർ രണ്ടുപേരും ഏതോ ഒരു തിയേറ്ററിൽ വെച്ച് കണ്ട് തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പാണെന്ന്, വിച്ച് വാസ് ലൈക്ക് ഇയേഴ്സ് ബാക്ക്. അപ്പോൾ ഈ ഒരു 2025 തുടങ്ങിയപ്പോൾ രണ്ടുപേരുടെയും സിനിമകൾ ഇങ്ങനെ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണല്ലേ. ടൊവിനോ ആൻഡ് അഖിൽ ജോർജ് കളയിലും ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അഖിൽ ജോർജിൻ്റെ ഇനി വരാൻ പോകുന്ന സിനിമ ഇസ് Bromance. Now let's move into the next film. എന്ന് സ്വന്തം പുണ്യാളൻ. ജനുവരി 10th ഇറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു എന്ന് സ്വന്തം പുണ്യാളൻ, സ്റ്റാറിംഗ് നമ്മുടെ സ്വന്തം അർജുൻ അശോകൻ, ബാലു വർഗീസ് ആൻഡ് അനശ്വര രാജൻ. അനശ്വരയുടെ ഈ വർഷം ഇപ്പം അല്ലേ ഈ ഒരു മാസം കൊണ്ട് ഇറങ്ങിയ 2ാമത്തെ മൂവിയാണ് ഗുഡ് ഗോയിങ് അനശ്വര. അനശ്വര ആക്ച്വലി മഞ്ജു ചേച്ചിയുടെ മകളായിട്ട് തുടങ്ങിയതാണ് നമ്മുടെ ഉദാഹരണം സുജാതയെന്ന്. ഇപ്പം ഇങ്ങനെ പയ്യെ ഒരു ലേഡി സൂപ്പർ സ്റ്റാറിലേക്കുള്ള ഒരു യാത്രയാണോ എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എനിവേ ഗുഡ് ഗോയിങ്. നമുക്കിങ്ങനെ സ്വന്തമായിട്ട് യുനോ ഷീ പേവ് ദ വേ ഫോർ ഹെർ സെൽഫ്. അങ്ങനെ വന്ന പെൺകുട്ടികൾ സക്സസ് ആവുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്.
എനിവേ ബാക്ക് ടു ദ ഫിലിം. അപ്പം സിനിമ ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത് മഹേഷ് മധു ആണ് ആൻഡ് സാംജി എം ആന്റണി ഇസ് ദ റൈറ്റർ. ഇവർ രണ്ടുപേരും പുതിയ ഡയറക്ടറുമാണ്, പുതിയ റൈറ്ററുമാണ്. സോ ഓൾ ദി ബെസ്റ്റ് ഡയറക്ടർ മഹേഷ് മധു. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ താങ്കളുടെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം സിനിമ ഒരു ഫാൻറ്റസി കോമഡി ത്രില്ലർ ജോണറിലുള്ള ഒരു മൂവിയാണ്. അപ്പം ഇഫ് യു വോണ്ട് ടു ലാഫ് എ ലിറ്റിൽ ബിറ്റ് ഔട്ട് then go and watch എന്ന് സ്വന്തം പുണ്യാളൻ. അപ്പോൾ സിനിമാറ്റോഗ്രഫി ഈസ് ഡൺ ബൈ റെൻഡേവ്. ഹി ഈസ് എൻ അമേസിങ് സിനിമാറ്റോഗ്രാഫർ. ഒരുപാട് നല്ല സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫറാണ്. ഫാൽത്തു ജാൻവർ, വിജയ് സൂപ്പർ, പൗർണമിയും, അങ്ങനെ ബഞ്ച് ഓഫ് ഗുഡ് ഫിലിംസ്. ആൻഡ് ദ എഡിറ്റിംഗ് ഈസ് ഡൺ ബൈ സോബിൻ കെ സോമൻ ആൻഡ് വിനായക് ശശികുമാർ ആട്ടോ ലിറിസിസ്റ്റ്. ഇപ്പോൾ ഒട്ടുമിക്ക നമ്മൾ കേൾക്കുന്ന പാട്ടുകളുടെയൊക്കെ ലിറിസിസ്റ്റ് അദ്ദേഹമാണ്. എൻ്റെ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ പാട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് സ്വന്തം പുണ്യാളൻ ഓൾ ടുഗെദർ നോക്കിയിട്ട് എനിക്കൊരു ഒരു ഫ്രഷ് ഫീലിംഗ് തോന്നുകയാണ്. ബിക്കോസ് ഒരുപാട് ഫ്രഷേഴ്സ് ഉണ്ട്, എന്നാൽ റെൻഡേവിനെ പോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട്. ബാലു ചേട്ടനുണ്ട്, അർജുൻ ചേട്ടനുണ്ട്. അർജുൻ ചേട്ടൻ ഭയങ്കര ഒരു ഫാമിലി ഹീറോ ആയിട്ട് വരിക കേട്ടോ. എനിക്കത് പയ്യെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് അദ്ദേഹത്തിൻ്റെ സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയർ ഗ്രാഫ് ഇങ്ങനെ പോകുന്ന കണ്ടിട്ട് ഈസ് റിയലി ബിക്കമിങ് ദാറ്റ് പീപ്പിൾസ് ഹീറോ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ് അല്ലേ. ഇനി നമുക്ക് ഈ ആഴ്ച വരുന്ന OTT റിലീസുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇപ്പോൾ സൂക്ഷ്മദർശിനി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഓൾറെഡി സ്ട്രീമിംഗ് ആണ്. തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് അതൊരു വലിയ മിസ്സിംഗ് ആയിരുന്നു. കാരണം സിനിമ നല്ലൊരു ഹ്യൂമർ ആൻഡ് ത്രില്ലർ ആയിട്ടുള്ള ഒരു പടമാണ്. സാധാരണ ഈ ഹീറോയിൻ എന്നൊക്കെ പറയുമ്പോൾ ഒന്നെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ലവേഴ്സ് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നല്ല. ഹീറോയിൻ ഇസ് ദി ആക്ച്വൽ ഹീറോ എന്താണെന്ന് പറയാനായിട്ട് സിനിമ കാണണം. അപ്പോൾ സൂക്ഷ്മദർശിനി ഈസ് ഓൺ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ. റൈഫിൾ ക്ലബ് ഇസ് കമ്മിങ് ഓൺ നെറ്റ്ഫ്ലിക്സ് ഗൈസ്. ജനുവരി 16 സിനിമ റിലീസാകുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണുക. പിന്നെ പണി ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ട സിനിമയാണ്. ജോജു ചേട്ടൻ്റെ ഡെബ്യൂ ഡിറക്ഷൻ ആണ്. സൂപ്പർ സിനിമ, മത്ലബ് സൂപ്പർ സിനിമ. ഞാൻ കണ്ടതാണ്, എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിച്ചിരി വിഷമമായി, പക്ഷെ എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. ജനുവരി 16 സിനിമ റിലീസാകുന്നത് സോണി ലൈവിൽ കേട്ടോ. ആൻഡ് ഐ എം കാതലൻ ഇസ് റിലീസിങ് ഓൺ മനോരമ മാക്സ് ജനുവരി 17. ഇനി നമുക്ക് ഇറങ്ങാൻ പോകുന്ന സിനിമകളെ പറ്റി പറയാം. അതെനിക്ക് കുറച്ച് പറയാനുണ്ട് കേട്ടോ. യെസ് 23 ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഇറങ്ങാൻ പോവാണ്. ഐ എം സോ എക്സൈറ്റഡ് ടു വാച്ച് ദിസ് മൂവി ബിക്കോസ് ഗൗതം വസുദേവ് മേനൻ ആൻഡ് നമ്മുടെ സ്വന്തം മമ്മൂക്ക, ഇതൊക്കെയാണ് മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയാം. ആ 2 ബ്രാൻഡ് നെയിം മതി ഈ ഒരു പടം നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കാണാനായിട്ട്. ആൻഡ് ഇതിൻ്റെ ഒരു ജോണർ എന്നെ ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിച്ച സംഭവമാണ് കേട്ടോ. ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഹ്യൂമർ. വൗ, അതിൻ്റെ ഒരു കൾമിനേഷൻ വിൽ ബി റിയലി നൈസ്. ആൻഡ് ഗൗതം വസുദേവ് മേനൻ ആയിരിക്കുമല്ലോ. അപ്പം എനിവേ there will be something cooking up. അപ്പം ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട് മമ്മൂക്കാൻ്റെ ഒപ്പം. ഈ റീസെൻ്റ്ലി ഒരു ടീസർ വന്നിരുന്നല്ലോ ഫ്രം ദ ഫിലിം. അതിൽ ഗോകുൽ സുരേഷും ഉണ്ട്, മമ്മൂക്ക ഇങ്ങനെ ഇടിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടീസർ ഉണ്ടായിരുന്നു. എന്തായാലും മമ്മൂക്കയോടൊപ്പം വർക്ക് ചെയ്തതിന് ശേഷം ഗോകുൽ എന്താണ് മമ്മൂക്കയെ പറ്റി പറയുന്നത് എന്ന് നമുക്കൊന്ന് മമ്മൂട്ടി സാർ ഭയങ്കര ബാക്കി എല്ലാവരുടെയും എനിക്കൊന്ന് പബ്ലിക്കിൻ്റെ ഒരു കാഴ്ചപ്പാടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉള്ള പോലത്തെ ആളെയല്ല. വളരെ ഫ്രീ ആയിട്ടും ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലും വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ലെജൻഡറി മനുഷ്യനാണ്. പണ്ട് സുരേഷ് ഗോപി സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ട് ഇപ്പം വെൻ ഗോകുൽ ഇസ് ആക്ടിങ് വിത്ത് മമ്മൂക്ക, അത് അവരുടെ ഒരു ജേർണി കണ്ടുവന്ന ഞാൻ കുഞ്ഞിലോട്ട് അങ്ങനെ കണ്ടിട്ടില്ല, എന്നാലും സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത് വെച്ച് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. അച്ഛനെ പോലെ വലിയൊരു ഹീറോ ആകട്ടെ മകൻ എന്ന് നമ്മൾ വിഷ് ചെയ്യുകയാണ് ഗൈസ്. ഡൊമിനിക്കായിട്ട് മമ്മൂക്ക എത്തുന്നത് കാണാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കാത്തിരിക്കുകയാണ്. മമ്മൂക്ക ഇപ്പം നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ തന്നെ ഭയങ്കര വാസ്റ്റ് വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് സ്റ്റോറീസ് ആൻഡ് എവറിത്തിങ് ട്രൈ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഹീസ് എ ഓപ്പൺ ബുക്ക്. ഇപ്പോൾ പുതിയ ഫ്രഷ് ടാലൻസിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര വെൽക്കമിങ് ആണ്. അപ്പം ഐ തിങ്ക് ദാറ്റ് ഈസ് സംതിങ് വി ഹാവ് ടു ലേൺ ഫ്രം ഹിം ആസ് എൻ ആർട്ടിസ്റ്റ് എന്ന് നമുക്ക് തോന്നുന്നു അല്ലേ. തരുൺ മൂർത്തിയുടെ തുടരും ഇസ് കമ്മിങ് ഓൺ 30th ജനുവരി. മാസം അവസാനം വരെ നമ്മൾ കാത്തിരിക്കണം. ബട്ട് ഇറ്റ്സ് ഗോണ ബി വർത്ത് ദ വെയിറ്റ്സ്. കാരണം ശോഭന ആൻഡ് മോഹൻലാൽ കോമ്പിനേഷൻ ഇസ് കമ്മിങ് ബാക്ക് ഓൺ സ്ക്രീൻ ആഫ്റ്റർ 2 decades. മോർ ദാൻ 2 decades ശേഷമാണ് ഈ ഒരു കോമ്പിനേഷൻ സിൽവർ സ്ക്രീനിൽ വരുന്നത്. ഏജിങ് ലൈക്ക് ഫൈൻ വൈൻ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു കെമിസ്ട്രി ഇനി സിൽവർ സ്ക്രീനിൽ വീണ്ടും ഒന്നിക്കുമ്പോൾ ഐ കാൻ വെയിറ്റ് ടു വാച്ച് ഇറ്റ്.
അപ്പം അത് തന്നെയാണ് തുടരുമിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അൻപോട് കൺമണി ഈസ് കമ്മിങ് അപ്പ് ഓൺ 24th of January. അർജുൻ അശോകൻ ആൻഡ് അനഘയാണ് ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇൻ്റർവ്യൂ എടുത്ത സിനിമയാണ്. ഹൈ ഹോപ്സ് അർജുൻ ചേട്ടാ ആൻഡ് അനഘ, ഗുഡ് ലക്ക് ടു യു. പിന്നെ 16-ാം തീയതി പ്രാവൻകൂട് ഷാപ്പ് റിലീസാകുന്നുണ്ട്. അൻവർ റഷീദ് പ്രൊഡക്ഷൻസിൽ ഇറങ്ങുന്ന സിനിമയാണ് ആൻഡ് ഒരു പുതുമുഖ സംവിധായകനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 15th-നാണ്. അപ്പം ടുമോറോ ഇസ് 16th. അപ്പം നാളെയാണ് പ്രാവൻകൂട് ഷാപ്പ് റിലീസാകുന്നത്. അപ്പോൾ ഇനി വീഡിയോ നിങ്ങൾ ചിലപ്പോൾ കാണുമ്പോൾ പ്രാവൻകൂട് ഷാപ്പ് റിലീസായിട്ടുണ്ടാകും. അപ്പം യു ഗൈസ് ലെറ്റ് മീ നോ ഇൻ ദ കോമൻറ്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. അപ്പോൾ പ്രാവൻകൂട് ഷാപ്പ് ആസ് വി ഓൾ നോ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ദ വൺ ആൻഡ് ഓൺലി അൻവർ റഷീദാണ്. ശ്രീരാജ് ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടറാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ കാണാനായിട്ട് നമ്മളെല്ലാവരും നമ്മൾ ഇങ്ങനെ ലുക്ക് അപ്പോൺ ടു ചെയ്യുന്ന ഒരു മേജർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗബൻ ഷാഹിർ, ബേസിൽ ജോസഫ് ആൻഡ് ചെമ്പൻ വിനോദാണ്. ഇവർ 3 പേരും ഓൺ സ്ക്രീൻ വരുമ്പോൾ എങ്ങനെ ഉണ്ടാകും എന്നറിയാനായിട്ട്. ആൻഡ് ഓഫ് കോഴ്സ് ബേസിൽ ഇസ് എ പോലീസ് ഓഫീസർ ഹിയർ. നമ്മൾ വാഴയിൽ പോലീസ് ഓഫീസറായിട്ട് കണ്ടതാണ്, പക്ഷേ ഇത് സംതിങ് ഡിഫറെൻറ്റ് ആണല്ലേ. അപ്പം എന്തായാലും ഇനി അടുത്ത 2 ആഴ്ചത്തെ പുതിയ റിലീസുകളും ഇനി വരാനിരിക്കുന്ന റിലീസുകളും OTT റിലീസ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് മോളിവുഡ് മാഷപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. മീൻവൈൽ യു ഗൈസ് ഗോ വാച്ച് പ്രാവൻകൂട് ഷാപ്പ്. OTT റിലീസാകുന്ന സിനിമകൾ എല്ലാം കാണുക. അപ്പോൾ ഇതൊക്കെയാണ് ജനുവരി തുടങ്ങി ഈ 2 ആഴ്ചത്തെയുള്ള മലയാളത്തിലെ സിനിമ അപ്ഡേറ്റുകൾ. പുതിയ സിനിമകൾ കാണൂ, ജീവിതം എൻജോയ് ചെയ്യൂ. മോളിവുഡ് മാഷപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then